രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പല്ലി, കുരുമുളക്, ഗ്രാമ്പു, കരിഞ്ജീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം, വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം, തിരൂർ തെക്കുമുറി. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബെസ്റ്റ് എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇതുപോലൊരു സിനിമയുടെ സംവിധായകനായിട്ട് വന്നു നിൽക്കാൻ സാധിച്ചതിൽ പടച്ചോനോടും പിന്നെ ഈ സിനിമയുടെ നിർമ്മാതാവായ പ്രിയപ്പെട്ട അബ്ദുൽ നാസർ എന്ന ബോസിനോടും ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. ബെസ്റ്റി എന്ന് പറഞ്ഞ സിനിമയാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് ബെസ്റ്റി. ഈ സിനിമ 24-ാം തീയതി അടുത്ത വെള്ളിയാഴ്ച റിലീസാവുകയാണ്. അതിൻ്റെ നിരന്തരമായ ഓട്ടത്തിലായിരുന്നു ഞങ്ങൾ. കുറേ ദിവസങ്ങളായിട്ട് തുടങ്ങിയിട്ടില്ല. ഇന്നലെയായിരുന്നു പടത്തിൻ്റെ സെൻസറിങ് കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒത്തിരി നേരം വൈകിട്ട് അവിടുന്ന് വരുന്ന വഴിയാണ്. സംസാരിക്കാനും വരുന്നതൊക്കെ നിങ്ങൾ ഈ സിനിമ കാണാൻ പറയാൻ വേണ്ടിയിട്ടാണ്. ഈ സിനിമ ഞങ്ങൾ ചെയ്തിരിക്കുന്ന സിനിമ നല്ലതാണെന്ന് മാത്രമേ ഞങ്ങളെപ്പോഴും പറയാറുള്ളൂ. കാരണം ഞങ്ങൾ സിനിമ നല്ലതാണെന്നല്ലേ പറയുള്ളൂ. പക്ഷേ ഈ സിനിമ നിങ്ങൾ വേണം കണ്ടിട്ട്, ഈ 24-ാം തീയതി നിങ്ങൾ കണ്ടിട്ട് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് എഴുതുക. ഫേസ്ബുക്കിലായാലും സോഷ്യൽ മീഡിയയിലായാലും എന്തായാലും. മോശമാണെങ്കിൽ മോശമാണെന്ന് എഴുതിക്കോ. കാരണം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടല്ലോ. പക്ഷെ എല്ലാവർക്കും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. നല്ല തമാശകളുണ്ട്, നല്ല പാട്ടുകളുണ്ട്, അതുപോലെ നല്ല ത്രില്ലിംഗ് ആയ ആക്ഷൻ സീക്വൻസുകളുണ്ട്. അധികം കൂടുതലൊന്നും സംസാരിക്കാനുള്ള ഇനിയുള്ളത് ഹിന്ദി പാട്ട് ജാവേദ് അലി എന്ന് പറഞ്ഞ ഒരു ഹിന്ദിയിലെ ഫേമസ് ആയ സിംഗർ പാടിയ ഹിന്ദി പാട്ടിൻ്റെ ലോഞ്ചിങ് ആണ് ഇവിടെ നടക്കുന്നത്. ഇതേ സമയം തന്നെ ബോംബെയിൽ ഈ പടത്തിൻ്റെ ലോഞ്ചിങ് നടക്കുകയാണ്. ഒരു വലിയ സിനിമയ്ക്ക് കിട്ടുന്ന ലോഞ്ചിങ് മുഴുവൻ ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. 5 സ്ഥലത്തായിട്ടാണ് ഈ സിനിമയുടെ ലോഞ്ചിങ് നടന്നത്. ഒരു സിനിമയ്ക്ക് അങ്ങനെ 5 സ്ഥലത്തും ലോഞ്ചിങ് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. പക്ഷെ അതിനൊക്കെ എനിക്ക് സഹായമായതും അല്ല, ഞങ്ങൾ ഈ സിനിമയ്ക്ക് കൂടെ നിന്നതും പ്രിയപ്പെട്ട പ്രൊഡ്യൂസറാണ്, നിങ്ങളുടെ നാട്ടുകാരനായ പെണ്ണാനക്കാരനായ അബ്ദുൽ നാസർ എന്ന ബോസ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ബാക്കപ്പും ഞങ്ങൾക്കുണ്ട്. ഇനി നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക. നല്ലതാണെങ്കിൽ നിങ്ങളെ ബെസ്റ്റികളെ കൊണ്ട്, ബെസ്റ്റികൾ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട. ബെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് നമ്മളെ ഉപ്പയും ഉമ്മയായിരിക്കും, അച്ഛനും അമ്മയും, അല്ലെങ്കിൽ നമ്മളെ സഹോദരങ്ങളായിരിക്കും, സഹോദരിമാരായിരിക്കും. അതുപോലെ നിങ്ങളെല്ലാ ഫാമിലിയെയും കൊണ്ടുപോയി, ബെസ്റ്റികളായ ഫാമിലികളെയും സുഹൃത്തുക്കളെയൊക്കെ കൊണ്ടുപോയി സിനിമ വിജയിപ്പിച്ചാലേ വീണ്ടും ഇതേ മണ്ണിൽ ഇതുപോലെ നിൽക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളോട് 24-ാം തീയതി ഇറങ്ങുന്ന സിനിമ കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബെസ്റ്റിയുടെ ഓഡിയോ ലോഞ്ച് തുടങ്ങി. താങ്ക് യു. ഒരു പെറ്റ് പ്രോജക്റ്റാണ്. അദ്ദേഹം ഒരുപാട് സിനിമകൾ മുമ്പ് മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് അദ്ദേഹം ഡിസൈൻ ചെയ്ത പ്രോജക്റ്റ് എന്ന് തന്നെ പറയാം. ഞങ്ങളിതൊക്കെ ഷാദു സമദ് ഖാനെ അപ്രോച്ച് ചെയ്ത് അദ്ദേഹം കൊടുത്ത കഥ നിങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ബോസ് അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തു. ഒരുപാട് സോങ്സ് ആഡ് ചെയ്തു. എനിക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അദ്ദേഹത്തിന് സോങ്സ് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു കലാകാരനാണ് അദ്ദേഹം. ഒരുപാട് സോങ്സ് ഇഷ്ടമാണ്. മലബാർ ടച്ചിലുള്ള കുറേ സോങ്സ് നമ്മുടെ സിനിമയിലുണ്ട്. നല്ല ആർട്ടിസ്റ്റായ ഇതിലെ ഹീറോ അഷ്കർ സൗദാൻ ഖാൻ, അദ്ദേഹം ഇതിലെ വെഡിങ് സോങ്, ഇന്ത്യൻ ചാർട്ടിൻ്റെ വെഡിങ് സോങ്. അപ്പോൾ അത് പുതിയ വീട്ടിലാണ്. അതിനുശേഷം എൻ്റെ വൈഫായിട്ട് വന്നിട്ട് ബോസിൻ്റെ മെയിൻ വീട്ടിൽ ഒരു ബെഡ്റൂമിലാണ് ഞങ്ങൾ കുറച്ചാണ് താമസിച്ചത്. അപ്പോൾ അതിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വൈഫ് ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ അവൾ എൻ്റെ വീട്ടിലും അവളുടെ വീട്ടിലും ഇതിനേക്കാളും കൂടുതൽ സന്തോഷത്തോടെയാണ് ബോസിൻ്റെ വീട്ടിൽ വന്നത്. കാരണം ബോസിൻ്റെ ഫാമിലി അവരെല്ലാവരും ഉണ്ട്. അത്ര നന്നായിട്ടാണ് കെയർ ചെയ്യുന്നത്. ഞാൻ ഷൂട്ടിന് പോകുമ്പോൾ എനിക്ക് അത്രയും സന്തോഷം സമാധാനം. അവൾ അത്ര ഹാപ്പിയാണ്. അത്രയും നല്ല ഫുഡും ഒരുപാട് കെയർ ചെയ്യും. സത്യം പറഞ്ഞാൽ ഞാനും വൈഫും എന്തായാലും ഞങ്ങളുടെ ബേബിയായിട്ട് ഇതൊക്കെ കാണണമെന്ന് ഇതുവരെ സാധിച്ചില്ല. കാരണം ബേബിയായിട്ട് ട്രാവൽ ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്തായാലും വീട്ടിൽ വരണം. അപ്പോൾ ബോസിൻ്റെ വീടും ഫാമിലിയാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ്.
ഞാൻ കുറച്ച് സിനിമകൾ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളെങ്കിലും ഇത്രയധികം ഇതിനു മുൻപ് ഒരു സിനിമയുടെ പ്രൊമോഷൻസിനും ഫുൾ ഹാർട്ടോടുകൂടി ഫുൾ ക്രൂ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിന് ഒരു അവസരം തന്നതിന് ഞങ്ങളുടെ എല്ലാവരും പറഞ്ഞിട്ട് ബോസിനെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ബോസിനെ, പിന്നെ ഞങ്ങളുടെ ഡയറക്ടർ ശ്യാം ചേട്ടനും, പിന്നെ ഇതിലെ കൺട്രോളർ മുരുകൻ ചേട്ടൻ, എല്ലാവരും തന്നെ എടുത്ത ആ ഒരു കമ്പൈൻഡ് എഫേർട്ട് ഞങ്ങൾ കുറേ യങ്സ്റ്റേഴ്സും കണ്ടിട്ട് ഞങ്ങളും ഈ ഒരു പ്രോജക്റ്റിൽ ഫുൾ ഓൺ ഒരു ഹാർട്ട് ആൻഡ് സോൾ ഇട്ടിട്ട് വർക്ക് ചെയ്തൊരു സിനിമയാണ് ബെസ്റ്റി. അപ്പോൾ 24-ാം തീയതി ഞങ്ങളുടെ സിനിമ തിയേറ്ററിലെത്തുകയാണ്. നേരത്തെ ശ്രീലതം പറഞ്ഞ പോലെ ഇവിടെ എല്ലാവരും നിറസദസ്സോടുകൂടി ഇരിക്കുന്നത് പോലെ തിയേറ്ററിലും നിങ്ങളുണ്ടാവും. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഫ്രണ്ട്സിനോടൊപ്പം ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സിനിമ കണ്ട എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ അറിയിക്കണം. അതുപോലെ ഇതിൽ 2 മനോഹരമായ പാട്ട്, ഒത്തിരി റീൽസും അതുപോലെ 2 നല്ല പാട്ടുകൾ ചെയ്യാൻ സാധിച്ചു. അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഇനിയും ബെൻസി പ്രൊഡക്ഷനിൽ ഒത്തിരി സിനിമകളുടെ ഭാഗമാവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ സർവേഷിനോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ വൺസ് അഗൈൻ താങ്ക് യു ഓൾ ഫോർ കമ്മിങ് ഹിയർ. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ.